ആ. നിങ്ങളാരാ? സർ അത് പിന്നെ പേപ്പറില് നഴ്സിനെ ആവശ്യമുണ്ടെന്ന് ഒരു ആഡ് കണ്ടിരുന്നു. ഉം, അതില് ഈ അഡ്രസ്സാ എനിക്ക് കാണിച്ചിരുന്നത്. ഉം. ആ ആഡ് കൊടുത്തത് നിങ്ങളായിരുന്നോ? അത് ഞാനാ കൊടുത്തത്. അതുവാ. ഉം. നിങ്ങൾ ഇവിടെ ഇരിക്കേ. ആ, സാരമില്ല സർ. പേഷ്യന്റ് ആരാണ്? വാ, ഞാൻ കാണിച്ചു തരാം. ഓ. വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഇരിക്കും മോളെ. ഉം. മോളുടെ നാട് എവിടെയാ? എവിടുന്നാ വരുന്നേ? സർ, എന്റെ സ്വന്തം നാട് ഇതല്ല സർ. എന്റെ നാട് ആലപ്പുഴയുടെ അടുത്ത് ഒരു കൊച്ചു ഗ്രാമത്തിലാ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. എനിക്ക് 15 വയസ്സുള്ളപ്പോ തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എന്റെ അമ്മയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് BSc നഴ്സിംഗ് വരെ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണോ? ശരി മോളെ, നിന്റെ അമ്മ ഇപ്പോ എന്ത് ചെയ്യാണ്? എന്റെ അമ്മ ഇപ്പോ വീട്ടിൽ തന്നെയാണ് സർ. ശരി, മോടെ കല്യാണം കഴിഞ്ഞോ? ഞാനിപ്പോ കല്യാണം കഴിക്കാനുള്ള ഐഡിയയിലല്ല സർ. അതെന്താ മോളെ? നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സർ. എന്റെ വീട്ടില് ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതിന് സമ്മതിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, അങ്ങനെയാണോ? സർ, അതൊക്കെ പോട്ടെ. ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായത്? അത് എന്റെ മോൻ ഒരു ദിവസം ഹൈവേയില് അവൻ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ പുറകെ വന്ന ഒരു ടിപ്പർ ലോറി സ്പീഡിൽ വന്ന് അവനെ ഇടിച്ചിട്ട് പോയതാ. അവൻ വണ്ടി ഓടിച്ചപ്പോ ഹെൽമെറ്റ് വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിന് ജീവൻ അപകടം ഉണ്ടായില്ല. പക്ഷേ അവന്റെ കാലിലും കയ്യിലും ഒക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. ആ ആക്സിഡന്റിന് ശേഷം അവന് നടക്കാൻ കഴിയാതായിപ്പോയി. ഒരു 3 മാസം അവൻ ആശുപത്രി തന്നെയായിരുന്നു. ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവനെ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സ് വേണമെന്ന് കരുതിയിട്ടാണ് ഇന്നലെ പേപ്പറിലെ ആഡ് കൊടുത്തത്. അതെയോ സർ? അതെ. ഓക്കെ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ തന്ന റിപ്പോർട്ട് ഒന്ന് കാണിക്കാവോ? ശരി, മോളൊന്ന് വെയിറ്റ് ചെയ്യേ. ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വരാം. ഉം. ഉം. ഓക്കെ സർ. ഇനി അങ്ങോട്ട് ഞാൻ നോക്കിക്കോളാം. ശരി, ആയിക്കോട്ടെ മോളെ. എന്റെ മോന് യാതൊരു വിധത്തിലുള്ള കുറവ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത് മോളെ. നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഇരുന്ന് അവനെ നല്ലോണം നോക്കണം മോളെ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ട്. എനിക്ക് എപ്പോഴും അവന്റെ അടുത്തിരുന്ന് നോക്കാൻ കഴിയില്ല. ഇന്നെന്റെ കമ്പനി ലീവായതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നത്. സാധാരണ ഞാൻ രാവിലെ പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് രാത്രിയാകും. ഉം ഹും. എനിക്ക് എന്റെ മകനെയും നോക്കണം, അതുപോലെ ജോലിയും ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് ശമ്പളം എത്ര വേണമെങ്കിലും ഞാൻ തരാം മോളെ. നീ എന്റെ മകന്റെ അടുത്തിരുന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാ മതി. എന്താ മോളെ, ഞാൻ പറഞ്ഞത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സർ, നിങ്ങളുടെ മകനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇനി എന്റെ ആയിരിക്കും. നല്ല കാര്യം മോളെ. ശരി, നീ എത്രയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് ഒരു വീട്ടില് ഹൗസ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെനിക്ക് മാസാമാസം 25,000 രൂപ തന്നിരുന്നു സർ. സർ, എനിക്കൊരു 5,000 കൂടെ കൂട്ടി 30,000 തരാൻ പറ്റുമോ സർ? അത് സാരമില്ല. ശരി മോളെ, നിനക്ക് ഞാൻ ശമ്പളം 30,000 രൂപ തരാം മോളെ. എന്റെ മകനെ നീ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തീർച്ചയായും സർ. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു. ശരി മോളെ. ഉം. നീ ഇവിടെ തങ്ങി ജോലി നോക്കുന്നോ അതോ ദിവസം വീട്ടിൽ പോയിട്ട് വരാൻ പോവാണോ? അല്ല സർ, ഞാൻ ഇവിടെ തന്നെ നിന്നാ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ദിവസവും രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. പക്ഷേ ദിവസവും എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ സർ. ശരി മോളെ, അങ്ങനെയാണെങ്കിൽ നീ എന്ന് മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നേ?
എന്നോട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ് സർ. അങ്ങനെയാണെങ്കിൽ നീ നാളെ രാവിലെ എന്നെങ്കിൽ പോരെ. ആ ശരി സർ, ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിക്കോളാം. ശരി മോളെ, നീ നാളെ രാവിലെ ഇങ്ങ് വാ. ശരി സർ, ഞാൻ നാളെ രാവിലെ 9 മണിക്കൊക്കെ ഇവിടെ എത്തിക്കോളാം. വളരെ നല്ലത്, സന്തോഷമുണ്ട്. ശരി, മോളുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറയേ. 984880. ശരി മോളെ. ശരി സർ, ഞാനെന്നാ പോട്ടെ, നാളെ കാണാം. ശരി, പോയിട്ട് വാ. ആ, സർ ഉം. സർ അതാ വരുന്നു. എന്താ മോളെ പുറത്തു നിന്നത്? അകത്തോട്ട് കയറി വാ. ഉം. നീ ഇപ്പൊ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നിന്റെ വീടായിട്ട് കരുതിയാ മതി. സർ, നിങ്ങൾ റെഡി ആയിട്ട് എവിടേക്കാ പോവാൻ നിൽക്കാൻ തോന്നുന്നു? അതെ മോളെ, എനിക്ക് എന്റെ ഫാക്ടറിയിൽ കുറച്ച് പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. ആഹാ, ആണല്ലേ. ഓക്കെ സർ, ഞാൻ വരുന്നത് വരെ നീ എന്റെ മകനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ നോക്കിക്കോളാം സർ. ശരി, അകത്തോട്ട് പോവാം, വാ. ഉം. ബാലു, നിന്നെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സായിട്ട് ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തതാണ്. ദേ നോക്ക്, ഞാൻ കൂടെ ഇല്ലെന്നും പറഞ്ഞ് നീ വിഷമിക്കരുത്. ഈ നഴ്സ് നിന്നെ നല്ലപോലെ തന്നെ നോക്കിക്കോളും. എനിക്ക് ഫാക്ടറിയിൽ ഒരുപാട് ജോലിയുണ്ട് മോനെ. ഞാൻ പോയി എല്ലാ ജോലിയും തീർത്തിട്ട് വേഗം ഇങ്ങി വരാം. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി. നിന്റെ എല്ലാ കാര്യത്തിനും ഇവര് സഹായിച്ചോളൂ. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ആ ശരി ഡാഡി, നിങ്ങൾ പോയിട്ട് വരൂ ഡാഡി. ശരി മോളെ, ഞാൻ ഫാക്ടറി പോയിട്ട് ആ വരാം. ശരി സർ. ബാലുവിനെ നന്നായിട്ട് നോക്കണം കേട്ടോ. ആ ഞാൻ നോക്കിക്കോളാം സർ. ശരി മോളെ, വന്ന ഡോർന്ന് ലോക്ക് ചെയ്തേക്കെ. ഉം. ശരി മോളെ, ഞാൻ ഫാക്ടറി പോയിട്ട് വരാവേ. ആ സർ, പിന്നെ നിങ്ങളുടെ മകന് ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഞാൻ നിനക്കൊരു നമ്പർ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം മോളെ. ഉം. നീ ആ നമ്പറിൽ കോൾ ചെയ്താൽ ഒരു ഹാഫ് ആൻ അവറിൽ നിനക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവരും. ആ ശരി സർ. ശരി, ഞാൻ ഇറങ്ങട്ടെ മോളെ. ആ ഓക്കെ സർ. ശരി മോളെ. ഞാൻ പോയിട്ട് നിങ്ങൾക്കുള്ള ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ട് വരാം. ആ ശരി. ഒന്ന് പതുക്കെ എഴുന്നേക്ക്, പതുക്കെ. ചാരിയിരുന്നോ? സൂക്ഷിച്ച് കിടന്നോളൂ. ശരി, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ശരി. ഹലോ, പറയടി. എന്താടി, എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ വെറുതെ വീട്ടിലിരിക്കുക. അല്ല, നീ ഇതെവിടെയാ? ഞാൻ ഇന്നൊരു പുതിയ സ്ഥലത്ത് നേഴ്സായിട്ട് ജോയിൻ ചെയ്തിരിക്കുക. ആണോ? അത് കൊള്ളാലോ. നിനക്ക് അവിടുത്തെ ജോലി
ആ വളരെ നല്ല ആൾക്കാരാ. ഇവിടുത്തെ സാറേ വലിയ ബിസിനസ്മാനാ. പാവ അങ്ങേരുടെ മകന് ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലാണ്. അങ്ങേരെ നോക്കാൻ വേണ്ടിട്ടാ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. മാസ ശമ്പളമായിട്ട് എനിക്ക് 30,000 തരാന്നും പറഞ്ഞു. ഓ അതെയോ, അത് കൊള്ളാലോ. ഇതുപോലത്തെ ശമ്പളമുള്ള വേറെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറയടി. ശരിയടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും പറയാം. താങ്ക്സ് എടി, ഞാൻ വെക്കാണ്. ബൈ. ഓക്കെ, ബൈ. സർ, നിങ്ങളോ? വരൂ. സാറ് തിരിച്ചു വരാൻ വൈകുന്നേരം ആവുന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? എന്നിട്ട് ഇത്ര നേരത്തെ എത്തിയല്ലോ. അതെ മോളെ, ഞാൻ കുറച്ച് ലേറ്റാന്ന് കരുതിയാ പോയത്. പക്ഷേ പോയ കാര്യം പെട്ടെന്ന് തന്നെ തീർന്നു. അതാ ഉടനെ വന്നത്. വെറുതെ അവിടെ ഇരിക്കുന്നതിനേക്കാളും ഇവിടെ വന്നാൽ നിനക്ക് കുറച്ച് ധൈര്യമായിരിക്കല്ലോ. അതെയോ, ശരി സർ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മോന് ടാബ്ലറ്റ്സ് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെയാണോ? നല്ല കാര്യം മോളെ. ശരിയെന്നാ അവൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. നീയും വാ. ആ, പോവാം സർ. ബാലു, ഇപ്പൊ വേദന എങ്ങനെയുണ്ട് മോനെ? ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല ഡാഡി. സൂക്ഷിച്ച് നോക്കി, സൂക്ഷിച്ച്. പതുക്കെ. പതിയെ പതിയെ സൂക്ഷിച്ച്. പതിയെ. ഇനി ഇരുന്നോ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ് ഡാഡി. സർ, കരയല്ലേ സർ, ഇങ്ങനെ വിഷമിക്കല്ലേ സർ. സാറിന്റെ മോന് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും. ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. വളരെ നന്ദിയുണ്ട് മോളെ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കടന്നോട്ടെ. സർ, നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ മകന് സീരിയസ് ആയിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായിക്കോളൂ. ശരി മോളെ, അവന് സുഖമാവുന്നവരെ നീ അവനെ നല്ലപോലെ നോക്കണം മോളെ. വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത് മോളെ. ശരി സർ. എന്റെ മകന് കല്യാണമൊക്കെ ഉറപ്പിച്ചതായിരുന്നു മോളെ. കല്യാണത്തിന് 1 മാസം മുമ്പാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കാരണം കൊണ്ട് അവന് കല്യാണം വരെ നടക്കാതെ പോയി. അത് ഓർത്ത് അവനിങ്ങനെ ഓരോ ദിവസവും വിഷമിച്ചോണ്ടിരിക്കുക മോളെ. സർ, അത് തന്നെ ആലോചിച്ചിങ്ങനെ വിഷമിക്കല്ലേ. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയായിക്കോളൂ. നിന്നുപോയ അദ്ദേഹത്തിന്റെ കല്യാണം ഉറപ്പായി നടക്കും സർ. ഇല്ല മോളെ, എന്റെ മകനിങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് അവൻ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി അവരെ കല്യാണം വേണ്ടാന്ന് വെച്ചു. ആ പെണ്ണിന് വേറെ ഏതോ പയ്യന്മാരുടെ ആലോചന വന്നോണ്ടിരിക്കുക. എന്റെ മകന് സുഖമായി കഴിഞ്ഞാൽ അവന് വേറെ എന്തെങ്കിലും ബന്ധം നോക്കണം മോളെ. എല്ലാം എന്റെ തലയെഴുത്ത്. അല്ലാതെ ഇപ്പൊ എന്താ പറയുക? എന്റെ സർ, ദൈവമേ. ഒന്നുകൊണ്ട് വിഷമിക്കരുത്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചോളൂ. കേറി വാ മോളെ. സർ, നിങ്ങളുടെ മോനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ അവൻ ഒത്തിരി മാറ്റമുണ്ട് മോളെ. നീ നോക്കാൻ തുടങ്ങിയപ്പോ മുതല് അവന്റെ അവസ്ഥ നല്ല രീതിയിൽ തന്നെ ഭേദമാകുന്നുണ്ട്. അത് നന്നായി. അതിരിക്കട്ടെ, സർ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസില്ല, അതുകൊണ്ടാ പോവാഞ്ഞേ. ഓ, സൺഡേ ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നു. ശരി സർ, ഞാൻ നിങ്ങളുടെ മോന് ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് വരാം. ആ ശരി മോളെ, ചെല്ലേ. ഹായ്. ഹായ്.
രാവിലെ ടിഫിൻ കഴിച്ചിരുന്നോ? ആ കഴിച്ചു. ശരി എന്നാ അപ്പോ ഞാൻ നിങ്ങൾക്കുള്ള ടാബ്ലറ്റ്സ് എടുക്കാം. ആ ശരി. ഒന്ന് എഴുന്നേക്ക്. പതുക്കെ. ദാ, വെള്ളം കുടിക്ക. ഞാൻ കാരണം നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ? ഞാൻ കാരണം എൻ്റെ അച്ഛനെ വളരെയധികം ബുദ്ധിമുട്ടുന്നേ. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങളിങ്ങനെ കരയല്ലേ? ഒന്ന് സമാധാനിക്ക്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം പെട്ടെന്ന് ശരിയാവും. നിങ്ങളെ വേണമെങ്കിൽ നോക്കിക്കോ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാ മുമ്പത്തെക്കാളും ആരോഗ്യവാനായിട്ട് നിങ്ങൾ നടക്കും. നിങ്ങളൊന്ന് ധൈര്യമായിട്ടിരിക്കുക. മരുന്നിനെക്കാളും ആത്മവിശ്വാസമാണ് നമ്മളെ പെട്ടെന്ന് സുഖപ്പെടുത്തുക. ശരി. ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. കുറച്ചു നേരം ഉറങ്ങിക്കൂടെ? സാരില്ല, ഞാൻ കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇരുന്നോളാം. ശരിയെന്നാ, ഞാനവിടെ ഹാളിലുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ആ ശരി. സർ, വാ മോളെ, ഇരിക്കേ. ഇന്ന് സൺഡേ അല്ലേ മോളെ? ഇന്നത്തെ ദിവസം നിനക്ക് ലീവ് എടുക്കായിരുന്നല്ലോ. അല്ല സർ, ഞാൻ ഈ ജോലിക്ക് കയറുമ്പോ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാ വന്നത്. അതുകൊണ്ടാ ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുക്കാണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം മോളെ. ഈ കാലത്തിലും ഇങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നീ ജോലിക്ക് ജോയിൻ ചെയ്ത പിന്നെ നിനക്ക് ദിവസവും മെസ്സിൽ നിന്നാണ് ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് ലീവായതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിനക്ക് നല്ല ഫുഡ് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തരാം മോളെ. അതെയോ? സാറ് പാചകമൊക്കെ ചെയ്യുമല്ലേ? അതെ മോളെ, അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാവുന്ന കൂട്ടിക്കോളൂ. ഇന്ന് ഞാൻ മോൾക്ക് ആഹാരം ഉണ്ടാക്കി തരാം. എങ്ങനെയുണ്ടെന്ന് നോക്ക്. സാർ ഉണ്ടാക്കാന്നോ? അയ്യോ വേണ്ട സർ, എന്തിനാ സാർ ബുദ്ധിമുട്ടുന്നത്? അല്ല മോളെ, എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത്? ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം നിനക്ക് ഉണ്ടാക്കി തരാൻ ഞാൻ തീരുമാനിച്ചു. ദിവസം ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചതിന്റെ നാവിലെ രുചിയൊക്കെ പോയി കാണും അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണി കഴിച്ചിട്ട് അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് നീ എന്നോട് പറയണം, കേട്ടല്ലോ? ശരി സർ, എല്ലാം സാറിന്റെ ഇഷ്ടം പോലെ. ശരി മോളെ, ഞാൻ ഓൺലൈനിലെ മട്ടൺ ഓർഡർ ചെയ്യാം. ആ ശരി സർ. ശരി മോളെ, ഞാൻ കിച്ചണിൽ പോയിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യട്ടെ. ശരി സർ. സർ വെയിറ്റ് ചെയ്യൂ, ഞാൻ തന്നെ നോക്കാം. ആ ശരി മോളെ. മാഡം, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇതിലുണ്ട്. ഓക്കെ, താങ്ക് യു. സർ ഇതാ സർ, നിങ്ങൾ ഓർഡർ ചെയ്ത മട്ടൺ വന്നിട്ടുണ്ട്. ശരി, മോള് പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ എത്രയും പെട്ടെന്ന് ബിരിയാണി വെച്ചിട്ട് മോളെ ഇങ്ങോട്ട് വിളിക്കാം. സർ, സാറ് പോയി റെസ്റ്റ് എടുത്തൂടെ? ഞാൻ ഇതൊക്കെ ചെയ്തോളാം. അത് സാറില്ല, ഇന്ന് ഒരു ദിവസമല്ലേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി സർ. മോളെ, എന്റെ മകനില്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്റെ മകൻ എത്രയും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ അവനോടൊപ്പം ചേർന്ന് എനിക്കെന്നും കഴിക്കാമല്ലോ. ശരി സർ. ശരി, മോള് കഴിക്കേ. ബിരിയാണി എങ്ങനെയുണ്ട് മോളെ? വളരെ നന്നായിട്ടുണ്ട് സർ. സത്യമാണോ പറയുന്നത്? സത്യമായിട്ടും സർ.
എഴുന്നേക്ക്. ഇവിടെ ചാരിയിരിക്ക. ഈ ഫ്രൂട്ട്സ് കഴിക്ക്. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോണ്ടിരിക്കുക. ആ. ഞാൻ പുറത്തുണ്ട്. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ശരി. ഉം. എന്താ മോളെ, ബാലുവിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തോ? ആ കൊടുത്തു സർ. കഴിച്ചോണ്ടിരിക്കയാണ്. ശരി മോളെ, അവന് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് കൊണ്ടുവന്നോളാം. അവൻ പെട്ടെന്ന് റെഡിയായാൽ മതി. സർ, നിങ്ങളുടെ മോന് പെട്ടെന്ന് തന്നെ ശരിയാവും. സർ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ശരി മോളെ, നീ പറയുന്ന ഓരോ വാക്കും കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ശരി സർ. വാ മോനെ, പതുക്കെ പതിയെ നോക്കി പതിയെ വാ. പതുക്കെ പതിയെ നടക്ക്. പതിയെ പതിയെ സൂക്ഷിച്ചു. പതിയെ സൂക്ഷിച്ചിരിക്കണേ. ഇവിടെ ഇരിക്കുക. ആ, അങ്ങനെ തന്നെ. വളരെ നന്ദിയുണ്ട് മോളെ. എന്നോട് എന്തിനാ നന്ദി പറയുന്നേ? ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തേ. സാറല്ലേ എപ്പോഴും മകന്റെ കാര്യം ഓർത്ത് വിഷമിച്ചോണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ശരിയാവുന്ന ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലായിരുന്നോ? അതെ മോളെ. ശരി സർ, സമയം ഒരുപാടായി. എനിക്ക് വീട്ടിൽ പോണം. എന്താ മോളെ, നമ്മൾ ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നേ? കുറച്ചേരം ഇരുന്നിട്ട് പോവാന്നേ. അതിനല്ല സർ, ഇന്ന് എന്റെ അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് ഇന്ന് പൂജാരിയൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ പൂജ നടത്തുന്നുണ്ട്. ഉം. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോയാൽ കൊള്ളാം. അങ്ങനെയാണോ? ശരി, എന്നാ എത്രയും പെട്ടെന്ന് മോളെ വീട്ടിൽ പൊയ്ക്കോ. ശരി സർ, എന്നാ നമുക്ക് നാളെ കാണാം. മോളെ ഒരു മിനിറ്റ്. ഇന്നാ ഈ മാസത്തെ മോളുടെ ശമ്പളം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. വളരെ നന്ദിയുണ്ട് സർ. ഞാനെന്നാ പോയിട്ട് വരാം. പോയിട്ട് വാ. ആ പെണ്ണ് വളരെ നല്ല പെണ്ണല്ലേ? അതെ അച്ഛാ, ഈ പെണ്ണ് മാത്രം എന്നെ ശരിക്കും നോക്കിയിരുന്നില്ലെങ്കിലേ എനിക്ക് ഇത്രയും പെട്ടെന്ന് ശരിയാവില്ലായിരുന്നു. സത്യം മോനെ. ഹലോ സർ, ഞാൻ കല്യാണ ബ്രോക്കർ ഭാസ്കരനാ. ആ, എന്താ കാര്യം പറഞ്ഞോ. നിങ്ങളുടെ മോന് ഇപ്പൊ എങ്ങനെയുണ്ട് സർ? ഇപ്പൊ കുഴപ്പമില്ല. അവന് 1-2 ആഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാകും. അങ്ങനെയാണോ? വളരെ സന്തോഷം സർ. നിങ്ങളുടെ മോന് ദേഹത്തിന് ശരിയായാലേ വിളിച്ചു പറയൂ സർ. പെണ്ണു വീട്ടുകാരെ നിന്നുപോയ കല്യാണം നടത്താന്ന് പറഞ്ഞിരിക്കുന്നു. സാറിന് ഓക്കെ അല്ലേ? അതെന്താ, നിങ്ങൾ അയാളെ കളിയാക്കുകയാണോ? എന്റെ മകന് ആക്സിഡന്റ് ആയി അവൻ ഐസിയുയിൽ ഇരിക്കുമ്പോ ഈ ബന്ധം വേണ്ട, ഈ കല്യാണം നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയവരല്ലേ അവര്. ഇപ്പൊ എന്റെ മകനെല്ലാം ശരിയായി നടക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും ഈ കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെയല്ല സർ. നിങ്ങളുടെ ചെക്കൻ ആക്സിഡന്റ് ആയെന്ന് കേട്ടപ്പോഴേ അവര് സീരിയസ് ആയിരിക്കും എന്ന് വിചാരിച്ചു പോയി. അതുകൊണ്ടാ. പക്ഷേ ഇപ്പൊ ചെക്കൻ നല്ല രീതിയിൽ റിക്കവറി ആയില്ലേ, അതുകൊണ്ടാ അവരിങ്ങനെ ചോദിക്കുന്നത്. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാൻ എന്റെ മകനോട് സംസാരിച്ചിട്ട് പിന്നീട് വിവരം പറയാം. ഈ കാര്യത്തില് എന്റെ തീരുമാനത്തെക്കാളും എന്റെ മകൻ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലത്. ശരി സർ, അതും കറക്റ്റാ. നിങ്ങളുടെ മോനോട് ചോദിച്ചിട്ട് പറയൂ. ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കാം. ആ ശരി. കേട്ടില്ല മോനെ, നിനക്ക് ആക്സിഡന്റ് ആയി നീ ഐസിയിൽ ഇരുന്നപ്പോ ഈ കല്യാണം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേറെ പെണ്ണെ നോക്കിക്കൊള്ളാൻ പറഞ്ഞവരാ. ഇപ്പൊ നിനക്കെല്ലാം ശരിയായപ്പോ വീണ്ടും കല്യാണം നടത്താന്ന് പറഞ്ഞോണ്ട് വരികയാ. ഇവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാ കല്യാണം നടത്തുക? അതെ അച്ഛാ, എനിക്ക് ആ പെണ്ണ് വേണ്ട. ഇനി നിങ്ങൾ ഈ കല്യാണത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണ്ട. അതേടാ, എന്റെ മനസ്സിലും നീ പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയാം. എടാ, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ നേഴ്സ് പെണ്ണില്ലേ, ഉം, ആ കൊച്ചിനെ കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? വളരെ നല്ല പെണ്ണാണ് അച്ഛാ. ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ ലൈഫ് പാർട്ണറായി കിട്ടുവാണെങ്കിലേ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും അച്ഛാ. കറക്റ്റാ പറഞ്ഞത്. ഞാനും അത് തന്നെ ആലോചിച്ചത്. നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് അവരോടൊന്ന് സംസാരിച്ചാലോ? നീ എന്ത് പറയുന്നു? അച്ഛാ, എനിക്ക് ഓക്കെയാണ്. ആ പെണ്ണിനോടും ഒരു വാക്ക് ചോദിച്ചോളൂ. ശരി മോനെ, ഞാൻ ആ പെണ്ണിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. സർ, ഉം? എന്തോ പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ മകൻ ഇത്രയും പെട്ടെന്ന് ഗുണമായതില് അതിന്റെ പൂർണ്ണമായ കാരണക്കാരി നീ തന്നെയാ മോളെ. നിന്നോട് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ എനിക്ക് മുഖ്യമായൊരു കാര്യം മോളോട് പറയാനുണ്ട്. എന്ത് കാര്യമാണ് സർ? പറഞ്ഞോളൂ. എനിക്കും എന്റെ മകനും നിന്റെ പെരുമാറ്റവും ക്യാരക്ടറും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. ഉം. എന്റെ മകനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ മോളെ? സർ, എന്താ ഇത്? പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അയ്യോ, പെട്ടെന്നല്ല, നീ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിന്നെ പോലെ നല്ലൊരു പെണ്ണ് എന്റെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നതിന്
ഞങ്ങൾ എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം. മോള് നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അഥവാ മോൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ മകന്റെ ജീവിതം നന്നാവും എനിക്ക് ഉറപ്പുണ്ട് മോളെ. അയ്യോ അതുകൊണ്ടൊന്നുമല്ല സർ. അത് എന്താ മോളെ, എന്റെ മകനെ നിനക്ക് ഇഷ്ടമായില്ലേ? അയ്യോ അങ്ങനെയൊന്നും അല്ല സർ. അപ്പോ ഈ വീട്ടിൽ നീ മരുമളായി വരുന്നതിന് താല്പര്യക്കുറവുണ്ടോ? പറയും മോളെ. അങ്ങനെയൊന്നും ഇല്ല സർ. ദേ നോക്ക് മോളെ, എന്ത് കാര്യമാണെങ്കിലും ഓപ്പണായിട്ട് പറയും. അത് പിന്നെ അതെങ്ങനെയാ പറയാ, ഞാനില്ലെങ്കിൽ എന്റെ അമ്മ ഒറ്റയ്ക്കായി പോവും സർ. കല്യാണം കഴിഞ്ഞാലും അമ്മ എന്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു സർ. ഇതിന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാം. ഇതായിരുന്നു നിന്റെ പ്രോബ്ലം. എന്താ മോളെ, ഇതാണോ നീ ഇത്ര നേരിട്ട് ആലോചിച്ചോണ്ടിരുന്നേ? കല്യാണത്തിന് ശേഷം നിന്റെ അമ്മയെ നീ നിന്റെ ഒപ്പം കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നോക്കാമല്ലോ. എന്റെ മകനെ നീ കല്യാണം കഴിക്കാന്ന് പറ മോളെ. സർ, ഞാൻ പറഞ്ഞ കണ്ടീഷന് നിങ്ങൾ ഓക്കെ പറഞ്ഞതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം സർ. വളരെ വളരെ നന്ദിയുണ്ട് മോളെ. ബാലു, മോനെ ബാലു, ആ ഇതാ വരുന്നു ഡാഡി. ഡാഡി വിളിച്ചിരുന്നു. വാടാ ഇങ്ങോട്ടിരിക്കെ. ഉം. എന്റെ മരുമകൾ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിങ്ങളുടെ കല്യാണം ഞാനങ്ങ് നടത്തി തരാം. ഓക്കെ അല്ലേ? ആണോ? ശരി ഡാഡി. താങ്ക്സ് നന്ദിനി. താങ്ക്സ് നന്ദിനി.